ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, കാരണം ശിവു ഉറങ്ങിയിട്ടില്ല. ഞാൻ അവനെ ഉറക്കി കിടത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ നടക്കണില്ല. അപ്പോൾ ഇന്ന് തന്നെ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു. കാരണം നമ്മൾ മിനിഞ്ഞാന്ന് വരെയാണ്, ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെയാണ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൺഡേയും കഴിഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മൺഡേ ആണ്, അപ്പോൾ ഇന്നെങ്കിലും ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അടിയന്തരമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. ഞാൻ അതിൽ പറഞ്ഞ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2000 വ്യൂസും 100 കമൻസുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഗിവ് അവേ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 2000 വ്യൂസും ആയിട്ടില്ല, അതുപോലെ 100 കമൻസും ആയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണെങ്കിൽ. എന്നിരുന്നാൽ കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 65 കമൻറ്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ 65 കമൻറ്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യൂസ് ഏകദേശം എനിക്ക് തോന്നുന്നു 500-ന് താഴെ വന്നിട്ടുള്ളൂ. എന്നാൽ കൂടെ കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ, നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കൂടെ ഇത്രയും പേര് അതിനു വേണ്ടി ഇൻവോൾവ് ആയല്ലോ. 65 കമൻറ്റ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്, 100 ആയില്ലെങ്കിൽ കൂടെ. അപ്പോൾ ആ ഒരു അത്രയും പേരുടെ 65 പേരുടെയെങ്കിലും ഒരു എഫേർട്ടിനെ നമ്മൾ മാനിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ക്രൈറ്റീരിയ ഒന്നും മീറ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് അത്രയ്ക്ക് നമ്മളങ്ങോട്ട് കടന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതുകൊണ്ട് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. നമുക്ക് വ്യൂസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്തെങ്കിലും വാച്ച് അവറെങ്കിലും കയറുന്നു വിചാരിക്കാം. ഇതിപ്പോൾ ഇത്രയും വ്യൂസ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റുകളൊന്നും ഇല്ലല്ലോ. പിന്നെ പറഞ്ഞതല്ലേന്ന് വെച്ചിട്ട് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ പ്രൈസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയും പേരാണ്, 65 പേര് ഞാൻ പറഞ്ഞു, 65 പേരാണ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അതിലിതേ 17 പേരാണ് റൈറ്റ് ആയിട്ടുള്ള കമൻറ്റ്. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫുഡ് വെയർ ആയിരുന്നു. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർ അറിയുമായിരിക്കും. ഇന്നലത്തെ വീഡിയോ വളരെ കുറവ് പേരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ച ആ ബോക്സാണ് ഞാൻ അന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഫുഡ് വെയേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞവർ 17 പേര് മാത്രമാണ് ഉള്ളത്. അതിൽ 17 പേരുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നമ്മൾ ഈ 17 പേരിൽ നിന്ന് നറുക്കിട്ടിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 17 പേര് എന്ന് പറയുന്നത് വിനൂപ് നായർ 6410 എന്ന് പറഞ്ഞിട്ടൊരു പേര്, പിന്നെ തപ്സി E04 JZ, അനുരൂപ് 9929, മുഹമ്മദ് ഹാരിസ് BR5BV, പിന്നെ ഒരു യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, യൂസർ NE3XX7G061, പിന്നെ രാജീവ് ആറ്റൂർ 5808, പിന്നെ ഹേമലത മുകുന്ദൻ 8593, സിയാ സജി 3142, സാദിൽ വാട്സപ്പ് സ്റ്റാറ്റസ് Y001, പിന്നെ ഒരു യൂസർ DD207YB5V എന്ന് പറഞ്ഞിട്ട്, പിന്നെ അലീഷ ബഷീർ 7434, സെറാഫിം 2070 സെറാഫി അങ്ങനെ ഒരു പേര്, പിന്നെ സ്റ്റെല്ല 13578, പിന്നെ വിസ്മയ വി നായർ, ശില്പ രമേഷ് K 2053, ഗീതു മേനോൻ 2023, ശ്രീജിത്ത് BR 4949. ഇങ്ങനെ 17 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 65 പേരിൽ അതിൽ 3 പേരുടെ പേര് ഞാൻ വേറെ നോട്ട് ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, 3 പേര് ഫുഡ് വിയർന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് കമൻറ്റുകൾ, മീൻസ് ഒരുപാട് ലിസ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡ്രസ്സ്, വാച്ച്, ഫുഡ് വിയർ അങ്ങനെ. അപ്പം ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് മൾട്ടിപ്പിൾ കമൻറ്റ്സ് അനുവദനീയമല്ല എന്ന്. എന്നിട്ടും പലരും ലിസ്റ്റ് പോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു. അതായത് നമ്മളൊരു സംഭവം ഗസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളൊരൊറ്റ വേർഡിലാണ് ഗസ് ചെയ്യേണ്ടത് അല്ലേ, അല്ലാതെ നമുക്ക് തോന്നുന്ന എല്ലാം ഇപ്പോൾ അതിൽ ചിലപ്പോൾ വാച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഫുഡ് വിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോം ഡെക്കർ ഐറ്റംസ് ആയിരിക്കാം, ടോയ്സ് ആയിരിക്കാം. അപ്പോൾ ഈ 4 ഗസ്സുകളും ഒരേ നിരയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങോട്ട് കമൻറ്റ് ചെയ്താൽ പോരെ. അതായത് ഒറ്റ കമൻറ്റിൽ തന്നെ ഫുള്ളായിട്ട് നിരന്തരം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. അപ്പോൾ അത് വാലിഡ് അല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ ഇങ്ങനത്തെ കമൻറ്റുകൾ ഒരുപാട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ ആ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് ഒരു കമൻറ്റ്, അതായത് ഒരു കമൻറ്റാണ് ഇടാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ കമൻറ്റ് ഇടുന്ന സമയത്ത് ഏത് കമൻറ്റാണോ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതായത്
ടോയ്സ്, അതുപോലെ ഹോം ഡെക്കർ, ഫുഡ് വെയർ, ഇങ്ങനെയാണ് കമൻറ്റ് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് കൊടുത്ത ടോയ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഞാൻ ആ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എഡിറ്റ് ചെയ്തതൊക്കെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ശനിയാഴ്ച 10 മണിക്ക് ശേഷമാണ് ഞാൻ ഇത്രയും പേരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞാൻ കറക്റ്റ് മീൻസ് ഇനി എഡിറ്റ് ചെയ്യണവർ എഡിറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എഡിറ്റ് ചെയ്തിട്ടും എഡിറ്റ് ചെയ്യാതൊക്കെ ഉള്ളവരുടെ ലിസ്റ്റുകളാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പേരുടെ പേര് ഞാൻ പറയാം. അർഷി ഷെയ്ഖ് 888741, വൃന്ദ മനോജ് 7113, ജോസ്ലിൻ മധു. ഓക്കെ, ഈ 3 പേരാണ് കുറേ കമൻറ്റുകളുടെ ഇടയിൽ ഫുഡ് വെയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ളവർ. ബാക്കിയുള്ളവർ ഇങ്ങനെ കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ അതിൽ ഫുഡ് വെയർ എന്ന് പറഞ്ഞൊരു ഐറ്റം വരാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇവരെയാണ് ഞാൻ കൺസിഡർ ചെയ്യണില്ല കേട്ടോ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കുറേ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. ഇതിലേതെങ്കിലും ഒന്നാന്നുള്ളത് നമ്മൾക്ക് സെലക്ട് ചെയ്യല്ലേ വേണ്ടു. ഓക്കെ, അപ്പോൾ ഈ 17 പേരെന്നാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും വാചകം അടിച്ച് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കൺസിഡർ ചെയ്തില്ല അങ്ങനെ പറയേണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ആകത്ര കമൻറ്റ് വന്നിട്ടുള്ളൂ, അതിൽ ഇനി അടി ഉണ്ടാവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ 17 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിന് ഞാൻ ഓരോ ലോട്ടാക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. അയ്യോ, 1 2 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോട്ടുകളൊക്കെ നമ്മളിത് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. 17 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് എടുക്കാൻ പോകുന്നത് ശിവു ആണ് കേട്ടോ. അപ്പം ഞാൻ ക്യാമറ തിരിച്ചു പിടിക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുക്കൂ. ആ പേനയുടെ ടോപ്പ് അവിടെ വയ്ക്കൂ. ഒരെണ്ണം എടുക്കൂ, അവിടെ ഇടൂ. ആ പോയി. എടുത്തിട്ട് ഒരെണ്ണം തരൂ. അമ്മയ്ക്ക് ഒരെണ്ണം എടുത്തു തരൂ. ഗുഡ് ബോയ്. മതി, എടുത്തത് മതി. ആരുടെ പേരാ നോക്കാം. ഈശ്വര യൂസ് സ്റ്റെല്ല 13578 കേട്ടാ. സ്റ്റെല്ല 13578. അപ്പോൾ നമ്മളെടുത്തത് ഇത് തിരിഞ്ഞിട്ടാവും കാണുന്നുണ്ടാവുക. ഓക്കെ, സ്റ്റെല്ല 13578 എന്ന് പറഞ്ഞിട്ടുള്ള ID ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് സ്റ്റെല്ല. തിരിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരാളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം മറ്റേ വീഡിയോയിൽ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം IDയും അതുപോലെ തന്നെ മെയിൽ IDയും കൊടുത്തേക്കാം. ഏതിലാണെങ്കിലും ഏതിലേലും ഒന്നിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. ഫുൾ അഡ്രസ്സും കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്തിടുക കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിവ് അവേ ഇത്രയെങ്കിലും എത്തിച്ച എല്ലാവർക്കും വളരെ നന്ദി. ഞാൻ ഇത്രയും എനിക്ക് വലിയ സംഭവം തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇത് ഫ്ലോപ്പായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയില്ല എന്ന് മാത്രം. എന്നാലും ഇതിനെങ്കിലും സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ തന്നെ സഹകരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വ്യക്തി ആരാണെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ആളെ എനിക്ക് പേഴ്സണലി അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിത് കൊടുക്കും വേണമല്ലോ. നമ്മളിങ്ങനെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് വേസ്റ്റായി പോകാനല്ലല്ലോ. അപ്പോൾ നമ്പർ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മറക്കരുത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ ഈ ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത വിശിഷ്ട അതിഥി ഇതാ. അപ്പോൾ ഇവനാണ് എടുത്തത്. ഇനിയിപ്പോൾ ഞാനെടുത്ത് ഇതാവണ്ടെന്ന് വെച്ചിട്ടാണ് ഇവനെ കൊണ്ട് എടുപ്പിച്ചത്. പിന്നെ അറിയില്ലല്ലോ, എന്താണെങ്കിലും ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് തന്നു എന്ന് മാത്രം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ ക്ലാരിറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ, ഇവിടെ നെറ്റ് അല്ലെങ്കിൽ റേഞ്ച് കവറേജ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യണ സമയത്ത് വീഡിയോയുടെ ക്വാളിറ്റി വളരെ കുറഞ്ഞിട്ടാണ് അപ്ലോഡ് ആവാൻ ചാൻസ് ഉള്ളൂ. സോ ദയവായി സഹകരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ടാറ്റാ പറയൂ, ടാറ്റ പറയൂ, ടാറ്റാ. ഫ്ലൈങ് കിസ് കൊടുക്കൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID വന്നിട്ട് രാധിക അരുൺ ബ്ലോഗ്സ് എന്നോ രാധിക അരുൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും.